ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം മുതൽ ഞങ്ങൾ ഈ ബാൽക്കണി മിസ് ചെയ്ത് തുടങ്ങും. ഇന്ന് ഡേ 4 ആണ്. ഞങ്ങൾ ബാങ്കോക്കിലേക്ക് പോവാണ്. ഇതുവരെയുള്ള ഡേയിൽ നമ്മൾ പട്ടായയിലാണ് ഉണ്ടായിരുന്നത്. പട്ടായ ശരിക്കും ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ്. നമ്മൾ ശരിക്കും ട്രിപ്പൊക്കെ പോകുന്നത് എൻജോയ് ചെയ്യാനല്ലേ. അതിൻ്റെ മാക്സിമം നമുക്ക് ഈ തായ്ലൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ബീച്ച് എക്സ്പ്ലോറേഷന്, പിന്നെ ഇവിടുത്തെ വൈബൊക്കെ ശരിക്കും നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാത്ര പോകുന്നത്. അതിന് പറ്റിയ നല്ല വൈബാണ് ഇവിടെ ഉള്ളത്. പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് 2 മണിക്കൂറാണുള്ളത്. ഇന്നിനിപ്പോൾ ഞങ്ങൾ നേരെ ബാങ്കോക്കിലേക്ക് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യും. അവിടെ 1-2 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം യാത്രയിലാണ്. പട്ടായ സിറ്റി എണീറ്റിട്ടില്ല, കാരണം അവിടുത്തെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 ആവുന്ന സമയത്താണ് സിറ്റി ഓഫ് ആവുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്ത് ഇവിടെ ഷോപ്പുകളും മസാജ് സെൻറ്ററുകളും എല്ലാം ക്ലോസ്ഡാണ്. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ബാങ്കോക്കിൽ നിന്ന് കാണാം. ഈജയും അയജയും രാവിലെ തന്നെ നല്ല കളിയിലാണ്. ശരിക്കും നമ്മൾ വലിയ ആളുകൾ മാത്രമല്ല കേട്ടോ യാത്രകളൊക്കെ എൻജോയ് ചെയ്യുന്നത്. ഇവർ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഇവർക്ക് ഇവർ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ മറന്നു കഴിഞ്ഞാലും ഇവരതൊന്നും മറക്കൂല. അങ്ങനെ 2 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് നമ്മളിതാ ബാങ്കോക്കിലെത്തി. ഇവിടെ ഇൻട്രാ സ്ക്വയർ എന്ന് പറയുന്ന ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളെ റൂം വരുന്നത്. അപ്പം നമ്മളെ റൂമിൽ നമ്മൾ ബാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നതാണ്. ഇന്ന് നമ്മളെ ലിസ്റ്റിലുള്ളത് സിറ്റി ടൂറും അതുപോലെ തന്നെ ഗോൾഡൻ ബുദ്ധ വിസിറ്റുമാണ്. പിന്നെ നമുക്ക് പർച്ചേസിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഒട്ടും സമയം കളയാനില്ല. അപ്പോൾ നമ്മൾ ബാഗും സാധനങ്ങളൊക്കെ കൊണ്ട് റൂമിൽ വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മളെ വണ്ടിയാണ്. ഇന്നത്തെ ദിവസം ആദ്യത്തെ ഒരു 1 അവർ ഇവർ ഈ സിറ്റീൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ വണ്ടിയിൽ കൊണ്ടുപോയി കാണിച്ചു തരും. അതിന് ശേഷം നമ്മൾ മാർബിൾ ബുദ്ധയും അതുപോലെ വാട്ട് ഫ്രോ ടെമ്പിളിലും പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ബാങ്കോക്കിലെ വാട്ട് ഫ്രോ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ടെമ്പിളാണ്. ദിവസേന ഇവിടെ ബുദ്ധിസ്റ്റ് പ്രാർത്ഥനകൾ ഉണ്ടാകുന്നുണ്ട് മോർണിംഗ് സമയത്ത്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ റിലീജിയസ് ആയിട്ടുള്ള സെറിമണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഹോളിഡേയ്സിൽ ഈ ടെമ്പിളിൽ വെച്ചിട്ട് വിവാഹങ്ങളും പെർഫോം ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ബുദ്ധൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു ആണ്.
പിന്നെ ഈ ഹാള് വിവാഹത്തിന് വരുന്ന ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പേസോട് കൂടിയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മാത്രമല്ല, ദിവസേന നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടെ വരുന്നത്. ഈ കാണുന്നതാണ് ഈ വാട്ട് ഫ്രോ ടെമ്പിളിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള റിക്ലൈനിങ് ബുദ്ധ, അതായത് കിടക്കുന്ന രൂപത്തിലുള്ള ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് ഇത്. പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള ബ്ലാക്ക് കപ്പുകളിലാണ് ഇവർ ബുദ്ധിസ്റ്റ് മോങ്സൊക്കെ കോയിൻസ് ഡൊണേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പിന്നിലായിട്ട് കാണുന്ന ഈ ബിൽഡിങ്ങിൽ ചെറിയ ചെറിയ ഡോറുകളുണ്ട്. ഈ ചെറിയ ചെറിയ ഡോറുകൾ ഓരോ കുടുംബത്തിൻ്റെയും പേരെഴുതിയിട്ടുള്ളതാണ്. ഇവർ മരണാനന്തരം ഇവരെ ആഷസ് കൊണ്ടുവന്നിട്ട് ഈ ഡോറിൻ്റെ ഉള്ളിൽ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക. ഇവരുടെ കുടുംബപ്പേര് എഴുതി വെച്ച ഡോറിന് മുന്നിൽ വന്നിട്ട് ഇവരുടെ കുടുംബക്കാർക്കൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 40 ബാത്താണ്. ഈ ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് ടെമ്പിളാണോ എന്ന് തോന്നിപ്പോൾ. കാരണം അത്രയും മനോഹരമായിട്ടൊരു പാലസ് പോലെ വളരെ കളർഫുള്ളായിട്ടാണ് ഈ ഒരു ടെമ്പിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടും ഈ ഒരു കളർഫുൾ കോമ്പിനേഷൻ കൊണ്ടും തന്നെ ആയിരിക്കും. ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിഗ് ബുദ്ധ ടെമ്പിൾ. ശരിക്കും ഞങ്ങൾ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മളെ പ്രസൻറ്റ് കിങ്ങിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം ഇന്ന് തായ്ലൻഡിലെ എല്ലാ ലീഡേഴ്സും പാലസിലുള്ള ആളുകളെല്ലാം ഇവിടെ നിന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നിതിപ്പം ട്രാവലേഴ്സിനൊന്നും എൻട്രി ഇല്ല. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇവിടുത്തെ പ്രസൻറ്റ് ക്യൂൻ. ഇവിടുത്തെ നാട്ടിൽ ഒരുപാട് സ്ഥലത്തായിട്ട് ഈ ഒരു രാജ്ഞീൻ്റെയും രാജാവിൻ്റെയും ഒക്കെ പിക്ക് വെച്ചിട്ടുണ്ട്. ഇവർ ഈ ഒരു രാജകുടുംബമായിട്ട് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് രാജകുടുംബത്തിന്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മാർബിൾ ബുദ്ധ കാണാനാണ്. മാർബിൾ ബുദ്ധ എന്ന് പറഞ്ഞാൽ ഇതും ഒരു ടെമ്പിളാണ്. ഈ ഒരു ടെമ്പിൾ മൊത്തം വൈറ്റ് മാർബിളോടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെയും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല 52 വ്യത്യസ്ത രൂപത്തിലുള്ള ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഇവിടെ നമുക്ക് കാണാം. ബുദ്ധൻ ഒരു ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇമാജിൻ ചെയ്തിട്ട് ഒരു പിക്ചർ അങ്ങനെ. പിന്നെ ഒരു ഗ്രീക്ക് ശില്പകലയിൽ ഒരു ഗ്രീക്ക് മിക്സ് ചെയ്തിട്ടുള്ള ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു, അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് കുറേ ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ഈ ബിൽഡിംഗ് ആണിത്. ശരിക്കും എനിക്ക് വീഡിയോ എടുത്തിട്ട് പോലും അതിൻ്റെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ബിൽഡിംഗ് വരുന്നത്. അപ്പം ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത് നല്ല മാർക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിലാണ് റൂം ഉള്ളത്. ഇനിയിപ്പം ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലെ പാങ്ന മാർക്കറ്റിലാണ് ഉള്ളത്. അപ്പം ഇവിടെ തന്നെ ഒരു ഇന്ദ്ര സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളുണ്ട്. ചീപ്പ് പ്രൈസിൽ ഫാഷൻ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഭയങ്കര റഷാണ്. വന്നതിലൊക്കെ റഷാണ്. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒന്നുകൂടി റഷായി. ഇനിയിപ്പോൾ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഈ ഡ്രസ്സിൻ്റെയൊക്കെ ക്ലോത്ത് നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ്.
ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ പ്രൈസ് വരുന്നത് 1 പീസിന് 200 ബാത്തും 3 പീസ് എടുക്കുമ്പോൾ 500 ബാത്തും. ഇലക്ട്രിക് ഡമ്മിൻ്റെ ഒരു ഡെമോ ആ ഷോപ്പിലുള്ള ആൾ കാണിച്ചു തന്നതാണ്. ഡെമോ ആയിരുന്നെങ്കിലും ശരി, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അത്. ഈ ടോയ്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ നമ്മളെ നാട്ടിൽ ഒരു 750 രൂപ തൊട്ടിട്ടാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നാൽ കുറേ മാർക്കറ്റുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ പ്രൈസ് നോക്കി വരുമ്പം ഒരു സ്ഥലത്തുള്ള പ്രൈസ് അല്ല മറ്റേ സ്ഥലത്ത് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബാർഗെയിനിങ് കൂടി ചെയ്യുമ്പോൾ നല്ല കുറഞ്ഞ റേറ്റിന് തന്നെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇന്ത്യയിലേക്ക് തന്നെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കണ്ടെയ്നർ വഴി കൊണ്ടുപോയിട്ടാണ് നമ്മളെ നാട്ടിൽ കുറേ ഡ്രസ്സുകളൊക്കെ ഷോപ്പുകളിലൊക്കെ ഈ തായ് പ്രോഡക്റ്റ്സൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബിൽഡിങ്ങിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. പിന്നെ നമ്മൾ ഈ തായ്ലൻഡ് പോലുള്ള സ്ഥലമൊക്കെ വരുമ്പം എന്ത് സാധനം എടുക്കാനും ഈ ഒരു 7-Eleven പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സാധനം കിട്ടുന്നത് 7-Eleven. ഈ കാണുന്നത് ഇവിടുത്തെ റോഡുകളാണ്. ഈ യെല്ലോ കളറിൽ കാണുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള പാത്താണ്. ഇവിടെയൊക്കെ വന്ന് ഇന്ത്യൻ ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര പ്രൈസാണ് വരുന്നത്. നാട്ടിലെ 250 രൂപയൊക്കെ വരുന്നുണ്ട് ഒരു സെറ്റ് ദോശയ്ക്കൊക്കെ. പക്ഷേ KFCയിൽ ഓൾമോസ്റ്റ് നമ്മളെ നാട്ടിലുള്ളതിനും ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. ഏജയ്ക്ക് ചിക്കൻ പോപ്കോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഒഴിവാക്കിയിട്ട് ആ ചിക്കൻ പോപ്കോൺ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. എന്തായാലും കുട്ടികൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് യാത്രേൻ്റെ എല്ലാ ഇൻട്രസ്റ്റും ഉണ്ടാവുള്ളൂ. ഇവിടെ വന്നിട്ട് കുറച്ച് സമയം ഒരു മഴ കിട്ടി. ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുന്നേക്ക് ഇവിടെ നല്ല മഴയായിരുന്നു എന്നാണ് പറഞ്ഞത്. പെട്ടെന്നുള്ള മഴ ആയതുകൊണ്ട് കയ്യിൽ കുടയൊന്നുമില്ല കേട്ടോ. ഒരു അരമണിക്കൂർ നിന്ന് ഈ മഴയൊക്കെ നനഞ്ഞ് ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ തിരക്കൊക്കെ തുടങ്ങി. ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ്.